Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile. അഖിൽ പി ധർമ്മജൻ, മലയാളത്തിലെ ആദ്യത്തെ ഫേസ്ബുക്ക് നോവൽ എന്നറിയപ്പെടുന്ന ഒരു നോവലാണ് ഇപ്പോൾ അഖിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഫേസ്ബുക്കിൽ നോവൽ എഴുതുക, ഫേസ്ബുക്കിലൂടെ നോവൽ പ്രസിദ്ധീകരിക്കുക എന്ന ഒരു ആശയത്തിലേക്ക് അഖിൽ എത്തിയത്? സത്യത്തിൽ ഞാൻ പണ്ട് തൊട്ട് തന്നെ സ്റ്റോറീസ് ഒക്കെ എഴുതുന്നതാണ്. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അന്നോട്ട് എനിക്ക് നോവൽസിനോട് ഭയങ്കര ഭ്രമമായിരുന്നു. 7th പഠിക്കുമ്പോഴാണ് ഞാൻ എന്റെ ഫസ്റ്റ് നോവൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വായിക്കാനായിട്ടെന്ന് പറയാനായിട്ട് എന്റെ ഒരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവന്റെ മുഖത്തുള്ള ആ ഒരു ഇതൊക്കെ ആകാംക്ഷയൊക്കെ കണ്ടതാണ് എനിക്ക് കൂടുതലായിട്ട് പ്രചോദനം ഉണ്ടായത്. അങ്ങനെ ഞാൻ അതിനുശേഷം പല നോവലുകളൊക്കെ ഞാൻ എഴുതുമായിരുന്നു. പക്ഷെ അതൊന്നും പുറലോകം കാണാതെ അങ്ങനെ വീട്ടില് അങ്ങനെ പിന്നീട് അതിനുശേഷം പിന്നെ അതൊക്കെ ബുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നീടും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പുറത്തു വരില്ല എന്ന് എനിക്കൊരു ചിന്തയുണ്ടായി. അങ്ങനെയാണ് ഞാൻ പഴയ എഴുതിയ നോവലുകളൊക്കെ ആയിട്ട് ഞാൻ പല പബ്ലിക്കേഷനൊക്കെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കിയത്. പക്ഷെ നമ്മൾ ഫ്രഷർ ആയതുകൊണ്ട് അവര് മുൻപ് എന്താണ് എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് വരാതെ നമുക്ക് എങ്ങനെയാ എപ്പോഴും നമ്മൾ ഫ്രഷർ എന്ന രീതി തന്നെ നമുക്ക് തുടരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിനുശേഷമാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, അതായത് എങ്ങനെയെങ്കിലും ആൾക്കാർ വായിക്കണമല്ലോ. അപ്പൊ നമ്മൾ തന്നെ എഴുതി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ 1-2 ഫ്രണ്ട്സ് വായിച്ചിട്ട് കാര്യമില്ല, ഒരു 4 ആൾക്കാർ അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉള്ളതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ലൈബ്രറീനെക്കാട്ടിൽ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസ് ആണ്. അപ്പൊ ആ ഒരു ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഫേസ്ബുക്ക് ട്രൈ ചെയ്തത്. ഞാൻ ആദ്യമേ ഈ ഓജബോർഡ് എന്ന് പറഞ്ഞ നോവൽ ഞാൻ ജസ്റ്റ് ഒരു ബുക്കിൽ എഴുതി തുടങ്ങിയതാണ്. അതിനുശേഷം പഴയ രീതി തന്നെ ഫോളോ ചെയ്യാതെ ആ ബുക്ക് എടുത്ത് മാറ്റി വെച്ച് നേരെ ഫേസ്ബുക്കിലേക്ക് എഴുതുകയായിരുന്നു. ഈ ഓജബോർഡിന് 37 പാർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓജബോർഡിന്റെ 1-2 പാർട്സ് ഇട്ടപ്പോഴേക്കും നമുക്ക് അതിന്റെ വായിക്കുന്ന ആൾക്കാരൊക്കെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പല കാറ്റഗറി വരും. നമ്മുടെ ഫ്രണ്ട്സിൽ പലരും വായിക്കുന്നവരുണ്ടാവില്ല. അതിനുശേഷമാണ് ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നത്, കഥ എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങാന്ന്. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ കഥയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ വന്ന് ലൈക്ക് ചെയ്തു. അതിനുശേഷമാണ് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഓരോ വീക്ക്ലി ആയിട്ട് ഞാൻ ഇട്ട് തുടങ്ങിയത്. അതിനുശേഷം ഒരു 2-3 പാർട്സിന് ശേഷം മൗത്ത് പബ്ലിസിറ്റി വഴി തന്നെ അതിന് അത്യാവശ്യം വായനക്കാർ വന്നു. അങ്ങനെ ഇപ്പോ കഥ പേജിന് 17,000 കൂടുതൽ വായനക്കാരുണ്ട് ഇപ്പൊ. ഓക്കെ, അതായത് ഒരു അഖില് തന്നെ ഒരു പ്രത്യേകം ഫേസ്ബുക്ക് പേജ് തുടങ്ങി അതുവഴിയാണ് പബ്ലിഷ് ചെയ്തതിനെ ഒരു നോവലാക്കി അല്ലെങ്കിൽ പൂർണ്ണമായ പബ്ലിഷിംഗ് നടന്നത് അല്ലേ? അതെ അതെ അതെ. നമുക്കിപ്പോ വായിക്കാനായിട്ട് ആളുണ്ടെങ്കിൽ നമുക്ക് പ്രോത്സാഹനം കിട്ടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ഏതൊരു എഴുത്തുകാരനാണെങ്കിലും. അപ്പൊ ആ ഒരു പ്രോത്സാഹനം എനിക്ക് ഫേസ്ബുക്കിലൂടെ കിട്ടി. അപ്പൊ ഈ പേജിലെന്ന് പറയുന്നത് വായനയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നവരാണ് വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ വന്നിട്ട് കമന്റ്സ് ആയിട്ട് രൂപത്തിൽ, അതായത് നമ്മളിപ്പോ ഫേസ്ബുക്കിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഓരോ പാർട്ടിലും നമുക്ക് അതിൻ്റെതായ റിവ്യൂസ് കിട്ടാനായിട്ട് പറ്റും. നമ്മളിപ്പോ ബുക്കിൽ എഴുതുന്നതിനേക്കാളും നല്ല കൂടുതലായിട്ട് റിവ്യൂസ് കിട്ടാൻ പറ്റും, എന്തൊക്കെ നന്നാക്കാൻ പറ്റും. അതിനുശേഷമാണ് നമ്മളൊരു ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഇത് ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു, അടുത്തുള്ള സുഹൃത്തുക്കളോ മറ്റോ ഒക്കെ? ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങുമ്പോൾ സത്യത്തിൽ ആൾക്കാർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഫേസ്ബുക്ക് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ചാറ്റ് ചെയ്യാനായിട്ടും വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നോവലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് ആദ്യമേ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ കളിയാക്കാൻ തുടങ്ങി, ആര് വായിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇടുന്നത്, ആരും വായിക്കാനില്ലാതെ എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ ഞാൻ തളർന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഐഡിയയിൽ ഞാൻ മനസ്സിലാക്കി കൂടുതൽ ആൾക്കാർ വായന കുറവാണെന്ന്. അതിനുശേഷമാണ് ഞാൻ വീണ്ടും പേജിൽ ട്രൈ ചെയ്തത്. അതെന്തായാലും അവരുടെയൊക്കെ വാക്കുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്താണ് ഈ ഓജോബോർഡ് എന്നുള്ള നോവൽ, എന്താണ് അതിന്റെ ഒരു കഥ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓജോബോർഡ് എന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും മലയാളികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് രാജ്യത്തുള്ളവർക്കാണെങ്കിലും സുപരിചിതമാണ്. എന്ന് പറഞ്ഞാൽ സ്പിരിറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോക്കിംഗ് ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മനസ്സിൽ നമ്മുടെ സത്യത്തിൽ മലയാളികളുടെ ഇടയിലേക്ക് വന്നത് മലയാളത്തിലൊരു ഫിലിം അപരിചിതൻ എന്നൊരു മമ്മൂട്ടിയുടെ ഫിലിം ഇറങ്ങിയതിന് ശേഷമാണ്. അത് മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു ഒരു നിഗൂഢതയായിട്ട്. അതിൽ നിന്നാണ് ഈ ഓജോബോർഡ് എന്ന നോവല് ഉരുത്തിരിഞ്ഞ് ഒരു ബുക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായും എന്തായാലും അതൊരു സസ്പെൻസ് ത്രില്ലർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഞാൻ വേറൊരു രീതി ഒന്ന് പരീക്ഷിച്ചിരിക്കുകയാണ്. എന്താ പറയാ, നമ്മൾ സാഹിത്യമൊക്കെ കേട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് സാഹിത്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നവർ കുറവാണ്. അപ്പൊ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. മലയാളം വായിക്കാനും എഴുതാനും കഴിയുന്ന ആർക്ക് വേണമെങ്കിലും ആസ്വദിക്കാവുന്ന രീതിയിലാണ് നോവൽ എഴുതിയിരിക്കുന്നത്.
നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് നോവലിൻ്റെ അകത്ത് 15 ട്വിസ്റ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച നോവൽ ഇപ്പോൾ ഒരു പരമ്പരാഗത രീതിയിൽ പുസ്തകം എന്ന രീതിയിൽ പ്രസാധനം നടത്തുകയാണ്. അത് ഈ വായനക്കാരുടെ കൂട്ടായ്മയിൽ നിന്നാണ് ആ പ്രസാധനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെ അതിലേക്ക് എത്തി, ആ ഒരു പ്രസാധനത്തിലേക്ക് എത്തി? ഓക്കെ, ഞാനിപ്പോ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഫേസ്ബുക്കിൽ ആദ്യം ഇട്ടപ്പോ വായനക്കാർ കുറവായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നാമത്തെ പാർട്ടിൽ ചിലപ്പോൾ 3 റീഡർ ഉണ്ടെങ്കിൽ അതിന്റെ 37th പാർട്ട് എത്തിയപ്പോഴേക്കും ഒരു അത്യാവശ്യം റീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജിന്റെ ലൈക്സ് തന്നെ മനസ്സിലാക്കാം നമുക്ക്. പേജ് 1 ലൈക്കിൽ തുടങ്ങിയിട്ട് 17,000 ലൈക്ക് കടക്കുന്നു. അപ്പൊ ആ ഒരു കഥയുടെ ആ ഒരു പവറാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ വായനക്കാർക്ക് തന്നെ തോന്നി ഇത് ഇപ്പൊ ഇങ്ങനെ ഫേസ്ബുക്കിൽ മാത്രം ഒതുങ്ങിപ്പോണ്ട ഒരു നോവലല്ല എന്ന് തോന്നി. അങ്ങനെ അവര് തന്നെ മുന്നോട്ട് വരികയായിരുന്നു. ഞങ്ങൾ ഇത്രയും രൂപ ഇട്ട് നിന്റെ ബുക്ക് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചോളാം എന്ന രീതിയിൽ ഒരു സർപ്രൈസ് ഞാൻ അവർക്ക് കഥയിൽ സർപ്രൈസ് കൊടുക്കുന്ന രീതിയിൽ അവർ തിരിച്ചൊരു സർപ്രൈസ് തന്നതാണ് ഈ ബുക്ക്. അതായത് അഖിലിന്റെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ് അല്ല, മറിച്ച് വായനക്കാരുടെ മാത്രം ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ് ആയിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് ഇറക്കുന്നതെന്ന് പറയാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എന്താന്ന് പറയട്ടെ, അത് നടക്കാത്ത കാര്യമാണ് എന്നെ വെച്ചിട്ട്. സാമ്പത്തികമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും. ഇപ്പൊ അതിൻ്റെ അകത്ത് ചില പബ്ലിഷേഴ്സിനെ അറിയാവുന്നവർ നേരിട്ട് കൊച്ചിയിലൊക്കെ ബന്ധപ്പെട്ടു. പിന്നീട് അതിനുശേഷം ഞാൻ ബന്ധപ്പെട്ടു, വേറെ ആൾക്കാരെ അവർ മുട്ടിച്ചു വന്നു. അങ്ങനെ പലരും വഴിയൊക്കെയാണ് ഇപ്പൊ കോഴിക്കോടുള്ള പബ്ലിഷേഴ്സിന് കിട്ടിയത്. അപ്പൊ നമ്മുടെ സാമ്പത്തികമൊക്കെ ആയിട്ട് ഒത്തുപോകുന്ന രീതിയിലായതുകൊണ്ട് അവർ ആ എമൗണ്ട് തന്നു. ഞാൻ സത്യത്തില് കഥ കൊടുത്തു, അത് ബുക്കായിട്ട് കിട്ടി. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇതിനായി സാമ്പത്തിക സഹായം ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇവിടെ കേരളത്തിലുള്ളവർ മാത്രമാണോ, എങ്ങനെയാണ്? സത്യത്തിൽ അത് 6 പേരെ ചെയ്തിരിക്കുന്നത്. അതിൽ 5 പേരെ ഞാൻ കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് സത്യം. അത് 2 പേരോട് ഞാൻ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. ഫേസ്ബുക്ക് വഴിയുള്ള ഈ കഥ മാത്രമാണ് അവർ തമ്മിലുള്ള ബന്ധം. പിന്നെ എന്ന് പറയുമ്പോൾ അതില് 4 പേര് കേരളത്തിലും പല ജില്ലകളിലുള്ളതാണ്. ബാക്കി ഉള്ളവര് പുറത്തുള്ളവരാണ്, ഗൾഫിലൊക്കെ ഉള്ളവരാണ്. ഓക്കെ, ഇപ്പൊ മറ്റൊരു രസകരമായ ഒരു കാര്യം ഞാൻ കണ്ടത്, ഒരു ചുടുകാട്ടിൽ വെച്ചാണ്, ഒരു ശ്മശാനത്തിൽ വെച്ചാണ് അഖിലിന്റെ ഈ ഒരു ഓജോ ബോർഡ് എന്നുള്ള പുസ്തകം പ്രസാധനം ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അത്തരത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ള പുസ്തക പ്രകാശനം? ഞാനിപ്പോ കഥ എഴുതുന്നത് തന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതൊരു എല്ലാരും പോയ രീതിയിലൂടെ പോകാത്ത ഒരു വ്യത്യസ്തമായ രീതിയിലൂടെ പോകണമെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് കഥയ്ക്കുള്ളിൽ തന്നെ ഈ ശ്മശാനവും സെമിത്തേരി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ കഥയായിട്ട് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കണം പ്രകാശനം എഴുതിയെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെന്ന് പറയുമ്പോൾ ഒരു വലിയ റിസ്ക് ആയിട്ട് എടുക്കണം. ഒന്ന് മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഒതുങ്ങിപ്പോകേണ്ട ഒരു സ്റ്റോറി അല്ല, എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തും വെറൈറ്റി വേണം, അതിന്റെ പ്രകാശനത്തിനും വേണമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ചുടുകാട് സെലക്ട് ചെയ്തത്. ഇത് ആലപ്പുഴ ചാത്തനാട് പൊതുശ്മശാനത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിന് അനുമതി കിട്ടാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു? ചുടുകാട്ടിൽ വെച്ചൊരു പുസ്തകത്തിന്റെ പ്രയാസം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ മുനിസിപ്പാലിറ്റിയുടെ ആണ്. ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയി അവിടുത്തെ ചെയർപേഴ്സണോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ബുക്കിന് വേണ്ടിയിട്ടാണ്, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ്, ഹൊറർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഒരു ടീച്ചർ ആണ് അവിടെ ഇരിക്കുന്നത് ആ സ്ഥാനത്ത്. അവര് സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. ഒരു കുഴപ്പമില്ലായിരുന്നു, അനുമതി കിട്ടി. തീർച്ചയായും. എന്തായാലും ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതി വായന കുറയുന്നു, വായന മരിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം പിന്നെ എന്തുകൊണ്ട് ഒരു യഥാർത്ഥ പുസ്തക രൂപത്തിൽ, പരമ്പരാഗത പുസ്തക രൂപത്തിലേക്ക് അഖിൽ മാറ്റുന്നു? സോഷ്യൽ മീഡിയയിൽ തന്നെ തുടർന്നാൽ പോരായിരുന്നു? സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ മുൻപ് ഒരു 5 വർഷം മുൻപ് യൂസ് ചെയ്തിരുന്നത് ഓർക്കുട്ടാണ്. ഓർക്കുട്ട് എന്ന് പറയുമ്പോൾ അതിനുശേഷമാണ് അതിനെ കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ള നമ്മുടെ ഫേസ്ബുക്ക് കടന്നു വന്നത്. അതേപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഔട്ടായി പോകുന്ന ഒരു കാര്യമാണ് ഫേസ്ബുക്ക്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന ഒരു സാധനമല്ല. മനുഷ്യരെന്ന് പറയുന്നത് പുതുമ തേടി പോകുന്നവരാണ്. അപ്പോൾ ഈ അച്ചടി മഷി പേരുണ്ട ഒരു ബുക്കായി മാറിക്കഴിഞ്ഞാൽ അത് എന്നും നിലനിൽക്കും. ഇപ്പൊ എന്റെ കാലശേഷമാണെങ്കിൽ അത് എന്നും ഉണ്ടാവും. അതും വായനക്കാരും കൂടി മനസ്സിലാക്കിയാണ് അവർ അത് ചെയ്തത്. പിന്നെന്ന് പറയാനായിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹവും കൂടെ ആയതുകൊണ്ടാണ് ബുക്കായിട്ട് വരുന്നത്. അവസാനമായ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ള, പുതുതായിട്ട് എഴുതാൻ താല്പര്യമുള്ള ഒരുപാട് പേർ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്. അഖിലിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് പുതുതായിട്ട് എഴുതി തുടങ്ങുന്ന ഒരാളിന് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റും? മറ്റുള്ളവർക്ക് എന്താണ് അഖിലിന്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുന്നത്? ഉപദേശം എന്ന രീതിയിൽ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈബ്രറിയിലെ ആൾക്കാർ കുറവാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ആൾക്കാർ കൂടുന്നിടത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കണം ഇത്. അപ്പൊ നമുക്ക് ആൾക്കാരെ വീണ്ടും നമ്മളിലേക്ക് തന്നെ എത്തിക്കാനായിട്ട് കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ട്രൈ ചെയ്യാം. പിന്നെന്ന് പറയാനായിട്ട് ഞാനിപ്പോ പറഞ്ഞ കഥ പേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ എത്താൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പേജാണ്.
അതിന്റെ ഇൻബോക്സിലേക്ക് ആ ഒരു കഥ അയച്ചു തന്നാൽ അതൊന്ന് റിവ്യൂ നടത്തിയതിനു ശേഷം, അതായത് ഇടാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു ടെക്നിക്ക് പരീക്ഷിക്കാവുന്നതാണ്, വിജയത്തിലെത്തുമെന്നാണ് എന്റെ അനുഭവത്തിലൂടെ ഞാൻ തെളിയിച്ചത്. തീർച്ചയായും അഖിലിന്റെ ഭാഗത്ത് നിന്ന് ഫേസ്ബുക്കിലൂടെ പുതിയ നോവലുകൾ വരുന്നുണ്ടോ ഇനി? തീർച്ചയായിട്ടും ഇപ്പൊ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓജോ ബോർഡിന് ശേഷം ഞാൻ വോട്ടിംഗ് എന്ന രീതിയിലാണ് വെച്ചത്. അതായത് സാഹസികത വേണോ, ഹൊറർ വേണോ, ഏത് കാറ്റഗറി വേണമെന്ന് വായനക്കാർക്ക് തന്നെ വിട്ടുകൊടുത്തു. അങ്ങനെ വായനക്കാര് ഇതാ എടുത്തത്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു നോവൽ സെലക്ട് ചെയ്തു. അപ്പൊ ഞാൻ മെർക്കുറി ഐലൻഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 35 പാർട്ടായി. അതിപ്പോ ഇനി അതൊരു ബുക്കാക്കണമെന്നൊരു ആഗ്രഹമാണ് ഉള്ളത്. തീർച്ചയായും അഖിൽ, എന്തായാലും ഇപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഫേസ്ബുക്കിലൂടെ പുതിയൊരു വിപ്ലവം എന്ന രീതിയിൽ മലയാളത്തിൽ നോവലുകളും മറ്റും കൊണ്ടുവരുന്നതിന്, മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നതിന് എന്തായാലും എല്ലാവിധ ആശംസകളും അഖിൽ. ഓക്കെ, താങ്ക് യു.